വനജാദേവി 19 വയസ്സ്, കാർത്തിക നക്ഷത്രം. പെണ്ണ് കൊള്ളാം. ഇതാ നോക്ക്. അടുത്തത് കോമളവല്ലി, അത്തം നക്ഷത്രം, 5 അടി 3 ഇഞ്ച് പൊക്കം. എന്റെ പൊന്നറ്റ, എനിക്കിപ്പോ കല്യാണം വേണ്ട. എനിക്കല്ല നിർബന്ധം, നിന്റെ അമ്മയ്ക്കാ. അവൾ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, നീ ഒരു പെൺകുട്ടിയുമായിട്ട് സഹകരണത്തിലാണെന്ന്. അതേ മകനെ, അമ്മ സ്വപ്നം കണ്ടു. അമ്മയ്ക്ക് സ്വപ്നം കാണാൻ ഒരുപാട് സമയമുണ്ട്. ഇവിടെ മനുഷ്യന് നിന്ന് ഇരിയാ സമയമില്ല. അപ്പോഴാ സഹകരണം. എന്നാ നീ അവക്കൊരു വാക്ക് കൊടുക്ക. എന്നെ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. എന്ത് വാക്ക്? നീ എന്ന് കല്യാണം കഴിക്കുന്നോ ആ പെൺകുട്ടിയെ ഞങ്ങൾ തീരുമാനിക്കും. എന്താണ് എനിക്ക് സമ്മതിക്കാൻ ഒരു വിഷമം? സമ്മതിക്കാൻ വിഷമമോ? ഇല്ലാതെങ്ങാനും നീ ചിന്തിച്ചാലുണ്ടല്ലോ, ഞാൻ ചത്തുകളയും. ഞാനും ചത്തുകളയും. മണ്ടയ്ക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്, ഞങ്ങള് തീരുമാനിക്കുന്ന പെൺകുട്ടിയെ നീ വിവാഹം കഴിച്ചില്ലെങ്കിൽ മകനെ നീ നട്ടം തിരിയും. നീ നട്ടം തിരിയും. അവിടെ തുപ്പാനുള്ള സ്ഥലമല്ല. എനിക്ക് തുപ്പാ ഇത്രയും സ്ഥലം മതി. മനസ്സിലായോ? ഓമനക്കുട്ടന്റെ അച്ഛനും അമ്മയാ. എന്റെ മകൻ ഓമനക്കുട്ടനെ ആരോ പൂട്ടിയിട്ടിരിക്കുന്നു. അവൻ അതിനുള്ളിൽ കിടന്ന് അമ്മേ അമ്മേ പൂട്ട് തുറക്കൂ പൂട്ട് തുറക്കൂന്ന് ഉറക്കെ വിളിക്കുന്നു. അയ്യോ, ഇതൊക്കെ അവിടെ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞുവെന്നോ? മണ്ടയ്ക്കാട്ട് ഭഗവതിയെ ഉപാസിക്കുന്നവളാണ് ഞാൻ. എന്റെ മകനെ പൂട്ടിയിട്ടത് ആരായാലും ശരി, അവൻ പുഴുത്തു ചാകും. അയ്യോ, പൂട്ടിയത് ഞാനല്ല. പിന്നെ വേറെ ആര്? വിശാരടി, നിങ്ങൾ ആ ഓമനക്കുട്ടിനെ മുറിയിലിട്ട് പൂട്ടിയെന്നും പറഞ്ഞ് അയാളുടെ അച്ഛനും അമ്മയും വന്ന് ബഹളം ഉണ്ടാക്കുന്നു. നിങ്ങൾ എന്തിനാ മണ്ടൻ തിരുമേനി ആ കാര്യമൊക്കെ അവരോട് പറയാൻ പോയത്? ഞാനൊന്നും പറഞ്ഞില്ല. എല്ലാം ആ മണ്ടയ്ക്കാട്ട് പറഞ്ഞു എന്നും പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുക. എവിടെ ഈ മണ്ടയ്ക്കാട്ട്? മണ്ടയില്ലാത്ത തന്നോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ശരി. മാറി, ഞാൻ കേറട്ടെ. കേറിക്കോ. ഞാൻ പിഷാരടി. നമസ്കാരം. നമസ്കാരം. ഓമനക്കുട്ടൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മകനെ തുറന്നു വിട്. മണ്ടയ്ക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്. ആള് സ്ഥലത്തുണ്ടെങ്കിലല്ലേ തുറന്നു വിടാൻ പറ്റൂ, അല്ലേ? എന്റെ കുഞ്ഞിനെ ആര് പൂട്ടിയാലും അവൻ പുഴുത്ത് പുഴുത്ത് ചാവും. അരുത്, ശപിക്കരുത്. ജന്മത്തിൽ പാപഗ്രഹം ഉള്ളതുകൊണ്ട് സ്ത്രീ ശാപം കൂടി ഏൽക്ക വയ്യ. അപ്പൊ താനാണോ എന്റെ കുഞ്ഞിനെ പൂട്ടിയത്? അല്ല, ആര് പൂട്ടിയാലും പുഴുത്തു പുഴുത്ത് ചാകുന്നത് ബുദ്ധിമുട്ടാണ്. ഓമനക്കുട്ട എവിടെ പോയെന്ന് പറ. ഇത്രയും കാലം ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളെ പിരിഞ്ഞിരുന്നിട്ടില്ല. ഈ മാസത്തിൽ ശമ്പളം വായിച്ചു തന്നിട്ടില്ല. ഓമനക്കുട്ടൻ ട്രെയിനിങ്ങിനായി വിശാഖപട്ടണത്ത് പോയിരിക്കുക. എപ്പോ വരും? അയ്യരെ എപ്പോ വരും എന്നാ പറഞ്ഞേ? ഒന്നും പറയാതല്ലേ പോയത്. ഹോട്ടലുകാർക്ക് അറിയാം. ഹോട്ടലുകാർക്ക് അറിയാവൂ. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം. അല്ല, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി കുളിച്ച് ആഹാരം കഴിച്ചിട്ട് പിന്നെ ഹോട്ടലിലേക്ക് പോവാം. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും തയ്യാറാക്കട്ടെ. ഇനി ഇവിടെ തുപ്പരുത്. ഇനി നമുക്ക് അവിടെ തുപ്പാം. എനിക്ക് വേണ്ട. ഇന്നലെ കൂടെ മണ്ടയ്ക്കാട്ട് ഭഗവതി എന്നോട് പറഞ്ഞു, എന്റെ മകനെ ആരോ എവിടെയോ പൂട്ടിയിട്ടിരിക്കുന്നു. എന്റെ ഓമനക്കുട്ടനെ പൂട്ടിയിട്ടത് ആരായാലും അവൻ പുഴുത്ത് പുഴുത്ത് പുഴുത്ത്. പറയരുതേ അമ്മേ. എടാ, എന്തോ സാമദ്രോഹി. നിന്റെ ഈ കാഷായ വേഷം കണ്ട് നീ ഒരു സംസ്കാരമുള്ളവനാണെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ സംസ്കാര സമ്പന്നനാണ്. അല്ല, ഒന്നുകിൽ നീ എന്റെ ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ നീ അവളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. അമ്മേ, ഇവിടെ തുപ്പരുത്. ഭഗവാനെ, എന്റെ സമയം ഭയങ്കര. എന്തെല്ലാം വ്യാഖ്യാനങ്ങൾ. അമ്മേ, മണ്ടയ്ക്കാട്ട് ഭഗവതിയാണ് സത്യം. അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പൂട്ട് എന്റെ കയ്യിലില്ല. വിശാലടേ, ഇതാ പൂട്ട്. 2 ഇല ആരോ കുഴിച്ചിട്ടിരിക്കുന്നു.
ഇതാരുടെ പൂട്ട്? തന്റെ പൂട്ട്. താൻ ദിവസം ഓമനക്കുട്ടനെ പൂട്ടിയിട്ടിരുന്ന പൂട്ട്. അയ്യോ, എന്റെ മോനെവിടെ? എന്റെ മോനെവിടെ? കൊണ്ടുവരാം. 24 മണിക്കൂറിനകം കൊണ്ടുവന്നിരിക്കണം. കൊണ്ടുവരാം. കൊണ്ടുവരുമോ? കൊണ്ടുവരാം. കൊണ്ടുവരാം. കാഷായമിട്ട കഴിവരുടെ മോൻ. എന്റെ സമയദോഷം. വിശാരടി. ആ പിന്നെ അല്ലേ വേണ്ട, ഞാൻ അകത്തൊന്ന് പറയാം. ഇത് നിന്റെ മുറിയിലേക്കുള്ള വാതിലല്ലേ? അതെ. പൂട്ടിയിട്ടിരിക്കുന്നു. ആര് പൂട്ടി? മാർഗരറ്റ് പൂട്ടി. ഞാൻ പുറത്തു പോകുമെന്ന് ഭയന്നു. നിന്റെ ജീവിതത്തിൽ കുറച്ചു കാലം നിന്നെ ഞാൻ അവിടെ ഇട്ട് പൂട്ടി. ഇനിയുള്ള കാലം മാർഗരറ്റ് പൂട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ കരുതി എന്റെ സമയമാണ് ഭയങ്കരമെന്ന്. അല്ലേ അല്ല, നിന്റെതാണ് അതിഭയങ്കരം. തനിക്ക് തമാശ പറയാനുള്ള മൂടാ. എന്റെ മൂടിനെ പറ്റി പറയാതിരിക്കുക ഭേദം. നിന്റെ അച്ഛനും അമ്മയും എന്നെ അവിടെ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. അച്ഛനും അമ്മയും വന്നോ? വന്നോന്ന്. ചുരുങ്ങിയ സമയം കൊണ്ട് നിന്റെ അച്ഛൻ എനിക്കൊരു ഓമനെ പേരിട്ടു. കാഷായമിട്ട കഴിവറടാ മോൻ. എത്ര നാൾ ഞാനിങ്ങനെ ഇവിടെ കഴിയും? എല്ലാം ശാന്തമാകാമെന്ന് പറഞ്ഞിട്ട് എന്റെ കാര്യം എന്തായി? ഒന്നും ആയിട്ടില്ല. ആ ഇൻസ്പെക്ടർ ഇപ്പോഴും അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇന്നലെ ആലമ്പന മാർക്കറ്റ് വെച്ച് കണ്ടു. അതിരിക്കട്ടെ, അവള് നിന്നോട് അവളെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലെന്നേ. പക്ഷെ ഉറക്കത്തിൽ അവള് പിച്ചും പേയും പറയുന്ന കൂട്ടത്തിൽ ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ട്. എന്താ? ഒരു ഫോൺ നമ്പർ. ഇത് STD കോഡാ. വിശാരടി ഇത് വെച്ചൊന്ന് അന്വേഷിക്കാം. എന്താ? കൈ നോക്കി ഫലം പറയാം സാർ. കൈ മാത്രമേ നോക്കുള്ളൂ അതോ കാല് നോക്കൂ? ആക്ഷേപിക്കരുത് സാർ. പോണം മിസ്റ്റർ. എന്താ വിശ്വാസം വരുന്നില്ലേ? ഈ വീട്ടിൽ നിന്ന് ഒരു കന്യകയെ കാണാതായിട്ട് കുറെ നാളായി. ഹലോ ഹലോ, ഒന്ന് നിന്നേ. പോണം മിസ്റ്റർ. ഒന്ന് നിന്നേ. ഹലോ ഹലോ. കൈ നോക്കണം, കാലും നോക്കണോ? ആക്ഷേപിക്കരുത്. ഇന്നേക്ക് 30-ാം ദിവസം നിന്റെ വലത് കാലൊടിയും. എന്റെ കാലം ഒടിയൂല. അത് നീയല്ല തീരുമാനിക്കേണ്ടത്, നാട്ടുകാരാണ്. ഈ വീട്ടിൽ സുഖമായി കഴിയേണ്ട ഒരു കന്യക, അതെ, അവൾക്കായി ഇവിടുത്തെ തൂണും തുരുമ്പും കാത്തിരിക്കുന്നു. ശരിയാണോ? അതെ. ആ, കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ചുവന്ന വസ്ത്രം ധരിച്ച് കന്യകയുടെ വരവായി. അത്ര നല്ല നിമിത്തമല്ല. എനിക്കെന്നല്ലേ? എനിക്കറിയാം, അവൾ വന്നു ചേർന്നാൽ മാത്രമേ അവിടുത്തെ മുഖം പ്രസന്നമാകൂ, മനസ്സ് ശാന്തമാകൂ. സ്വാമി, എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തതെന്ന് ഇനി അറിയില്ല. ഇതിനെല്ലാം ഏക അവകാശി മകളല്ലെങ്കിലും മകളെ പോലെ, കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ അവളെ വളർത്താൻ ശ്രമിച്ചു. പക്ഷേ അരുത്, മനസ്സ് വിഷമിപ്പിക്കരുത്. നിന്റെ ഈ പ്രായത്തിൽ പല കുട്ടിത്വം തോന്നും. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ജീവിതം പന്താടരുത്. മര്യാദയ്ക്ക് വീട്ടിൽ പോ. ഞാൻ പോവില്ല. എന്താ പോയാല്? നിന്റെ വീട്ടിൽ നിന്നാ ഞാൻ വരുന്നത്. നിനക്കവിടെ എന്താ ഒരു കുറവ്? അച്ഛനില്ലെങ്കിലും അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനില്ലേ? ഇവളുടെ പേര് പറയുമ്പോ ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞൊഴുകാണ്, അറിയാമോ? ഞാൻ പോവില്ല. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കേണ്ട ആവശ്യം എന്താ? ആവശ്യം എന്താണെന്നോ? ഇവളിപ്പോ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ പോലീസ് അവളുടെ പിന്നാലെ വരും. മിസ്സിങ്ങിന്റെ പേരിൽ, ഓമനക്കുട്ടന്റെ പിന്നാലെ വരും, കിഡ്നാപ്പിന്റെ പേരിൽ, എന്റെ പിന്നാലെ വരും, ഇവർക്ക് എന്നെ കൂട്ടുന്നതിന്റെ പേരിൽ. ഇവളിപ്പോ മര്യാദയ്ക്ക് വീട്ടിലോട്ട് പോയാൽ എല്ലാ പ്രശ്നവും തീർന്നു. നീ പോയേ പറ്റൂ. മാർഗരറ്റ്, യെസ്. കഥ തുറക്ക്. തുറക്കാൻ.
ഓമനക്കുട്ട, ഇതിൽ എന്തൊക്കെയോ കള്ളക്കളികളുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നു. ഇയാള് വീട്ടിൽ പോണ്ട, ഇവിടെ തന്നെ നിന്നോ. ഞാനും കൂട്ടിരിക്കാം. എന്റെ ജോലിയും പോവും, ജീവിതവും നശിക്കും, പ്രശ്നമല്ല. പക്ഷെ എനിക്കൊന്നറിയണം, എന്താ വീട്ടിൽ പോവാത്തത്? എന്താ വീട്ടിൽ പോകാത്തതെന്ന്? ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. ഞാൻ ഈ പെൺകുട്ടിയെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് കണ്ടു. എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ പെൺകുട്ടിയെ കണ്ടാ പിന്നെ പെൺകുട്ടിയെ പോലെ ഇരിക്കുന്നല്ലോ, എന്തോ പറയാനാ. 7 ദിവസത്തിനകം ഞാൻ ആ പെൺകുട്ടിയെ നിങ്ങൾ എടുത്ത് കൊണ്ടുവരും. പക്ഷേ ഞാൻ ചോദിച്ച 20,000 റുപ്പീസ് ഇപ്പൊ കിട്ടിയാ കൊള്ളാം. വീടിന്റെ എക്സ്റ്റൻഷൻ പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ ആഴ്ച 30 ചാക്ക് സിമന്റ് വാങ്ങിച്ചപ്പോ ചാക്കൊന്ന് 130 രൂപ കൂടിക്കൊണ്ടിരിക്കുക. ഒന്ന് പറ, എന്റെ പ്രയാസം അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ആരെയോ വിളിക്കുന്നു. ഇറങ്ങി പാടാ വെളിയില്. രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ടടാ, നിന്റെ സമയമെടുത്ത് നോക്കിക്കോ. ഒളിച്ചും പാത്തും നിക്കണ്ട കഴിവേറ മോനെ. ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ, പരമദ്രോഹി. എടാ എരപ്പേ, പോലീസിന്റെ യൂണിഫോം എടുത്ത് പിച്ചെടുക്കണവനെ നിന്റെ തൊപ്പിയാൻ തെറിപ്പിക്കോടാ. പൂജക്കെന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് എന്റെ അച്ഛനെ വിടാ. അല്ല, അവന്റെ അച്ഛനും സാറുമായിട്ട് എന്താ ബന്ധം? ആർക്കറിയാം? പിന്നെ അവന്റെ അച്ഛൻ എവിടെയെന്ന് സാറിനോട് ചോദിക്കേണ്ട കാര്യം എന്താ? സാർ, നിങ്ങൾ എന്നെ മാതിരി സ്ട്രേറ്റ് ഫോർവേഡ് അല്ല. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് അല്ലാത്തതുകൊണ്ട് 20,000 റുപ്പീസ് വേണ്ടതുണ്ടോ? അയ്യോ, അത് വേണം. അയ്യോ, സിമന്റ് അച്ഛാ, അമ്മേ, എനിക്ക് മാപ്പ് തരണം. എടാ, ഏതാടാ ഈ പെങ്കൊച്ച്? ഞങ്ങൾ അറിയാതെ നീ മണ്ടക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്. ശബ്ദിച്ചു പോരുത്. നിങ്ങൾക്ക് മാത്രം ഉള്ളതാണോ ഈ മണ്ടക്കാട്ട് ഭഗവതി? ഇന്നലെ രാത്രി സ്വപ്നത്തിൽ എന്നോടും മണ്ടക്കാട്ട് ഭഗവതി എന്ന് പറഞ്ഞു. ഇവർ വിവാഹം കഴിച്ച് ജീവിക്കേണ്ടവരാണ്, അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ഞാൻ ചെയ്യണമെന്ന്. ഞാൻ എന്തും ചെയ്യും. മര്യാദയ്ക്ക് ഒരു പെറ്റമ്മയുടെ സ്ഥാനത്ത് നിന്ന് മണ്ടക്കാട്ട് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് നിലവിളക്ക് കൊളുത്തി വെച്ചവരെ അനുഗ്രഹിക്കുക. മണ്ടക്കാട്ട് ഭഗവതി അങ്ങനെ പറഞ്ഞായിരുന്നോ? പറഞ്ഞു. അമ്മേ, ഗുഡ് മോർണിംഗ്. കാക്കി, കള്ളൻ കണ്ടുപിടിക്കാനുള്ള ലൈസൻസ്. പോവാം. കൊച്ചെ, ഒളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി പോരെ, നമുക്ക് വേറെ സ്ഥലമുണ്ട് സൗകര്യമായിട്ട് താമസിക്കാൻ സർക്കാർ ചെലവില്. ഇത്രയും കാലം ആൺവേഷം കിട്ടി എന്നെ അടക്കം പലരെയും മണ്ടന്മാരാക്കിട്ട് നീ ഇപ്പൊ കല്യാണം കഴിച്ച് മണോട്ടിയാൻ പോകുന്നോടി. സാർ, എന്നെ അറസ്റ്റ് ചെയ്യണം. എന്റെ പേരിലുണ്ടല്ലോ കേസ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അറസ്റ്റ് ചെയ്യുന്നത്, പോലീസിന്റെ ഇഷ്ടത്തിനാ. തൽക്കാലം എനിക്ക് ആവശ്യം ഇവളെയാണ്. നടക്ക്. ഭഗവാനെ, സാർ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ നേരത്ത് ആ കുട്ടി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകരുത്. രാഹുകാലം നോക്കിയല്ല അറസ്റ്റ് ചെയ്യുന്നത്. സാർ, ഇന്നു മുതൽ ഞങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. സാർ ഈ കുട്ടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചോണ്ട് സാറിന് എന്താണ് ഒരു പ്രയോജനം? ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് പ്രയോജനം? ഉണ്ട്. ഒരു നിമിഷം ഇങ്ങ് വന്നേ. സാർ, കോളിളക്കം സൃഷ്ടിച്ച കോവിലകം കൊലക്കേസില്ലേ, അതിന്റെ എല്ലാ വിശദ വിവരങ്ങളും നേരിട്ട് കണ്ട മാപ്പ് സാക്ഷിയാണ് ഈ പെൺകുട്ടി. ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്യാതിരുന്നാൽ ഈ കുട്ടി എല്ലാ വിവരങ്ങളും തരും. സാറിന് പ്രൊമോഷൻ, സാറിന് അവാർഡ്, ബഹുമതി, റിവാർഡ്.